നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ ഹലോ ഉറക്കെ പാടൂ എന്ന പാഠം. കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ നിന്നും സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് പോയി നിലാവ് വാങ്ങിക്കൊണ്ടുവന്ന കുട്ടിയുടെ കഥ പഠിച്ചല്ലോ. ഇനി അതുപോലെ ആകാശയാത്ര നടത്തിയ മറ്റൊരാളെ പരിചയപ്പെടാം. ഹലോ ഉറക്കെ പാടൂ. ഹിയട ഹിയ, ഹായ്, എന്തു രസം ഇങ്ങനെ പറക്കാൻ. ഹോ, അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ. ആദ്യമായി പറക്കുകയാണ് പട്ടൂസ്. ഈ പിടിവലി അവനൊട്ടും പിടിക്കുന്നില്ല. അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി. നന്നായിട്ടൊന്നു പറക്കാനും സമ്മതിക്കില്ലേ? കഷ്ടം തന്നെ. ആരാണിവിടെ കഥ പറയുന്നത്? പട്ടൂസാണല്ലേ. പട്ടൂസ് ഒരു പട്ടമാണ്. പട്ടത്തിൻ്റെ പേരാണ് പട്ടൂസ് അല്ലേ. ഹായ്, എന്തു രസം ഇങ്ങനെ പറക്കാൻ. അവനിങ്ങനെ ആകാശത്തോടെ പറക്കുകയാണ്. അതിൻ്റെ രസം ആസ്വദിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആരോ അവനെ പറക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വലിക്കുന്നുണ്ടല്ലേ. ഹോ, അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ. ആ ഹോ എന്ന് പറയുന്നതിൽ നിന്നും അവൻ്റെ ആ അസ്വസ്ഥത, വിഷമം ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. ആദ്യമായി പറക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പിടിവലി അവനൊട്ടും പിടിക്കുന്നില്ല. അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പൊങ്ങി. ഉയർന്നു പറക്കാൻ ശ്രമിക്കുമ്പോൾ താഴേന്ന് പിടിച്ചു വലിക്കുന്നത് അവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ഇഷ്ടക്കേട് അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പൊങ്ങി. അതിൻ്റെ നീരസം എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേട് അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പൊങ്ങി. എന്താണ് പതിഞ്ഞു പൊങ്ങി എന്ന് വെച്ചാൽ ആ നീരസം അവന് നിയന്ത്രിക്കാൻ പറ്റാതായി എന്നാണ് അല്ലേ. നീരസം വർദ്ധിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നന്നായിട്ടൊന്ന് പറക്കാനും സമ്മതിക്കില്ലേ? കഷ്ടം തന്നെ. ഒന്ന് പറക്കാൻ സമ്മതിച്ചുകൂടെ? ആദ്യമായിട്ടാണല്ലോ ഞാൻ പറക്കാൻ പോകുന്നത്. ഉയരത്തിലേക്ക് പറക്കാൻ സമ്മതിച്ചൂടെ നിങ്ങൾക്ക് എന്ന് പറയുകയാണ് അല്ലേ. ആരാണ് പറക്കാൻ സമ്മതിക്കാത്തത്? നമുക്ക് നോക്കാം. അവൻ താഴേക്ക് നോക്കി. അതാ ദൂരെ അങ്ങ് താഴെ ഒരു പൊട്ടുപോലെ. പട്ടൂസ് സൂക്ഷിച്ചു നോക്കി. ദേ ആബിദക്കുട്ടി. ഹോ, ഇവളുടെ ഒരു കാര്യം. അപ്പോൾ ആരാണ് തന്നെ പിടിച്ചു വലിക്കുന്നതെന്ന് നോക്കുകയാണല്ലേ. നോക്കുമ്പോഴാണ് താഴെ ഒരു പൊട്ടുപോലെ, ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴെയുള്ള ആൾക്കാർ ചെറിയ പൊട്ടുപോലെയാണ് തോന്നുക. അതുപോലെ അവന് ഒരു പൊട്ടുപോലെ ഒരു രൂപം കാണാൻ കഴിഞ്ഞു. ആരായിരുന്നു അത്? ആബിദക്കുട്ടിയാണ് അല്ലേ. ആബിദക്കുട്ടിയാണ് തന്നെ പിടിച്ചു വലിക്കുന്നത് എന്ന് അവന് മനസ്സിലായി. ആബിദ, അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത്. കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, പട്ടൂസേ, ഇത്താത്തയുടെ മുത്തല്ലേ, കരയല്ലേ, ഒട്ടും വേദനിപ്പിക്കില്ല. പച്ചീർക്കിൽ വളച്ച് ഒടിക്കുമ്പോഴും അവൾ പറഞ്ഞു, കരയല്ലേ. അതിൽ നിന്നുമൊക്കെ നമുക്ക് ആബിദയ്ക്ക് നമ്മുടെ പട്ടൂസിനോട് ഒരുപാട് സ്നേഹമാണ് എന്ന് മനസ്സിലാക്കാം അല്ലേ. കരയല്ലേ, വേദനിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അവൾ. കടലാസ് മുറിക്കുമ്പോഴൊക്കെ, പട്ടമുണ്ടാക്കുമ്പോഴൊക്കെ പട്ടത്തിന് വേദനിക്കുമെന്ന് വിചാരിച്ച് അവൾക്കും വേദനിക്കുന്നുണ്ട്. പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ച് ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി. മുറിക്കുമ്പോൾ വേദനിക്കുകയാണെങ്കിൽ പശ തേച്ച് ചിറകുകൾ ഒട്ടിക്കുമ്പോൾ ഇക്കിളിയാവുകയാണ് അല്ലേ. അവൻ കുതറിക്കുടഞ്ഞ് ചിരിച്ചുപോയി. ഇക്കിളിയാക്കുമ്പോൾ വല്ലാത്തൊരു ചിരി വരും അല്ലേ നമുക്ക്. നിങ്ങളെ ഇക്കിളിയാക്കാറുണ്ടോ അമ്മയും ചേച്ചിമാരും ഒക്കെ? അപ്പോൾ കുതറിക്കുടഞ്ഞ് ചിരിക്കാറില്ലേ? അതുപോലെ ആ ഒരു അനുഭവമാണ് ഇവിടെ പട്ടൂസിനുണ്ടായത്. പശ തേച്ച് ചിറകുകൾ ഒട്ടിക്കുമ്പോൾ അവൻ ഇക്കിളിയായി ചിരിക്കാൻ തുടങ്ങി. പട്ടൂസേ, വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ, കാറ്റടിച്ച് ജലദോഷം പിടിക്കും. എന്തൊരു കരുതലാണല്ലേ ആബിദയ്ക്ക്. അധികം ഉയരത്തിലേക്കൊന്നും പോവല്ലേ എന്ന് പറഞ്ഞ് അവന് താഴോട്ട് വരാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്.
ജലദോഷം പിടിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അധികം മുകളിലേക്കൊന്നും പോവരുത്, പെട്ടെന്ന് താഴേക്ക് വരൂ, ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുകയാണ് ആബിദ. രാത്രിയാവുമ്പോൾ വേഗം താഴേക്ക് വരണേ, അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി. അപ്പോൾ പട്ടത്തിൻ്റെ കയറ് ആബിദയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ മുകളിലേക്ക് പറന്നു പോകുന്നത് നോക്കി അവൾ നിന്നു. ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു അല്ലേ. അധികം മുകളിലേക്ക് പോകരുത്, ഇരുട്ടാകുമ്പോഴേക്കും താഴേക്ക് വരണേ എന്നൊക്കെ പറയുകയാണ്. ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി. മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും? മാനം ആകാശമാണല്ലേ, ആകാശം അനന്തമാണല്ലേ. മുകളിലെത്തിയപ്പോഴാണ് പട്ടൂസ് അത് കണ്ടത്. എവിടെ നോക്കിയാലും ആകാശം ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ. പറന്നു രസിച്ചും കളിച്ചു ചിരിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല. ഇത്താത്തയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കേട്ടെങ്കിലും ഉയർന്ന് മാനത്തെത്തിയപ്പോഴേക്കും ആ ചിന്തയൊന്നും അവൻ്റെ മനസ്സിലേക്ക് വന്നില്ല. താഴേക്ക് പോകണമെന്നോ ഇത്താത്തയെ കാണണമെന്നോ ഒന്നും തോന്നിയില്ല. ആ അനന്തമായ ആകാശത്ത് അവൻ അങ്ങനെ പറന്ന് രസിച്ചു. കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്ന മട്ടുണ്ട്. അപ്പോൾ കളിയുടെ ആ ആവേശത്തിൽ, ഹരം ആവേശമാണ്, കളിയുടെ ആവേശത്തിൽ അവൻ ആബിദയുടെ കാര്യം പോലും മറന്നുപോയി. ആദ്യമായിട്ടാണ് അവൻ ആകാശത്ത് പറന്ന് നടക്കുന്നത്. ആകാശം കാണാനുള്ള അവസരം ലഭിച്ചത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് അവൻ നന്നായി മുതലാക്കുന്നുണ്ട്. അപ്പോൾ ആകാശത്തിങ്ങനെ പറന്ന് കളിച്ച് രസിക്കുകയാണ് പക്ഷികളോടൊപ്പം. പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ്. ഉയരത്തിൽ പരുന്തുകളൊക്കെ പറക്കുന്നുണ്ട്, അതിനേക്കാൾ ഉയരത്തിൽ പറക്കണം എന്നുള്ള വാശിയിൽ മത്സരിച്ച് പറക്കുകയാണ് പരുന്തിനേക്കാൾ ഉയരത്തിലെത്താനായിട്ട് പട്ടൂസ്. ഇർണീം 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 നൂൽ ഫോൺ അടിച്ചു. അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ. അപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു അല്ലേ. തൻ്റെ പട്ടത്തെ ഒരു ഫോണായിട്ട് കാണുകയാണല്ലേ. നിങ്ങൾ തീപ്പെട്ടി കൊണ്ട് ഫോൺ ഉണ്ടാക്കാറുണ്ടോ? തീപ്പെട്ടിയിൽ നൂല് കെട്ടിയിട്ട്. ശരിക്കും ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ് ആ നമ്മൾ സാധാരണ ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ് അത്തരം തീപ്പെട്ടി ഫോണിനും ഉള്ളത്. അതുകൊണ്ട് ദൂരെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. ഫോണിലൂടെ സംസാരിക്കുന്നത് എത്രമാത്രം വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ അതുപോലെ രണ്ട് തീപ്പെട്ടിയിൽ നൂല് കെട്ടിയാൽ കുറച്ച് ദൂരെ അകന്ന് മാറി അത് വലിച്ചു നിന്ന് സംസാരിക്കുമ്പോൾ ഫോണിലൂടെ സംസാരിക്കുന്ന അതേ അനുഭവമാണ് ഉണ്ടാവുക. ഇവിടെ പട്ടൂസിൻ്റെ ഫോണ് നൂൽ ഫോൺ തന്നെയാണ്. പട്ടത്തിൻ്റെ നൂല്. അവൻ ഫോൺ ബെല്ലടിച്ചപ്പോൾ അതെടുത്ത് ചെവിയിൽ ചേർത്തു. പരിഭ്രമം കലർന്ന സ്വരം അങ്ങേ തലയ്ക്കൽ ആബിദയാണ്. ചെവിയിൽ ചേർത്തപ്പോൾ തന്നെ ഒരു പരിഭ്രമിച്ച ഒരു ശബ്ദമാണ് ഉണ്ടായത്. ഹലോ പട്ടൂസേ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ അല്ലേ. അവൾ വളരെ പരിഭ്രമത്തോടെ പട്ടൂസേ നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പട്ടൂസ് അവിടെ തന്നെ ഇല്ലേ? അധികം ഉയരങ്ങളിലേക്ക് പോയി അവനെന്തെങ്കിലും ആപത്ത് പിണഞ്ഞോ എന്നൊക്കെ ഭയപ്പെടുന്നുണ്ട് ആബിദ. ആ ഒരു ഭയം മുഴുവൻ അവളുടെ ശബ്ദത്തിൽ കേൾക്കാം. കേൾക്കാം ഇത്താത്ത. പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു. ഇത്താത്തയോട് സംസാരിക്കുമ്പോഴും അവൻ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടേയിരിക്കുകയാണ്. നീ ഇതെവിടെയാ? ഇരുട്ടാവുന്നത് കാണുന്നില്ലേ? വേഗം താഴോട്ട് വാ. അവളുടെ ശബ്ദം ഇടറി. ദൂരെ ദൂരെ പറന്നുപോയി എന്ന് വിചാരിച്ച് അവൾക്ക് സങ്കടമായി. എവിടെയാണ് നീ? നിന്നെ കാണുന്നേയില്ലല്ലോ. ഇരുട്ടായില്ലേ? വേഗം താഴേക്ക് വന്നോളൂ. അപ്പോൾ അവളുടെ ശബ്ദം ഇടറുകയാണ്. സങ്കടം കൊണ്ട് ശബ്ദം ശരിയായി പുറത്തേക്ക് വരുന്നില്ല. അസ്പഷ്ടമായ രീതിയിലാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ശബ്ദം ഇടറി എന്ന് പറയുന്നത്. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ വരാം. എൻ്റെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ, ഒന്ന് വിടൂ പ്ലീസ്. എൻ്റെ പൊന്നാരെത്താത്തയല്ലേ, അവൻ കെഞ്ചി. അപ്പോൾ നൂലിൽ പിടിച്ച് വലിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഇനിയും കുറച്ചുകൂടി പറക്കട്ടെ എന്ന് പറഞ്ഞ് ഇത്താത്തയോട് അവൻ
കെഞ്ചുകയാണ്, എന്നെ അനുവദിക്കൂ, കുറച്ചുകൂടി ഉയരത്തിൽ പറക്കാൻ എന്നെ അനുവദിക്കൂ, എന്നെ വിടൂ എന്ന് പറഞ്ഞിട്ട് ഇത്താത്തയോട് കെഞ്ചുകയാണ് പട്ടൂസ്. അവന് താഴേക്ക് പോകണമെന്നേ ഇല്ല. ഇരുട്ടായതൊന്നും അവനൊരു പ്രശ്നമേ അല്ല. ഇത്താത്തയുടെ പരിഭ്രമവും വെപ്രാളവും ഒന്നും അവനെ ബാധിക്കുന്നേ ഇല്ല അല്ലേ. അപ്പോൾ അവൻ വീണ്ടും പറയുകയാണ്, എൻ്റെ നൂലിൽ പിടിച്ച് വലിക്കല്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, എന്നെ ഉയർന്നു പറക്കാൻ അനുവദിക്കൂ ഇത്താത്ത എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ് അവൻ. ഇല്ലില്ല, ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും? അവിടെ എപ്പോഴും തേരാപ്പാര വീശിയടിക്കുന്ന വികൃതിക്കാറ്റാ. അതു നിന്നെ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും. അവൾ വിടുന്ന മട്ടില്ല. ഇല്ലില്ല, അത് സമ്മതിക്കില്ല. നൂല് വിട്ടുകളയില്ല. നൂല് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിന്നെ അങ്ങനെ വിട്ടുകളഞ്ഞാൽ നീ എവിടെയെങ്കിലും പോവില്ലേ? കാറ്റ് എവിടെയെങ്കിലും നിന്നെ കൊണ്ടുപോയി ഇടില്ലേ? അവിടെ എപ്പോഴും തേരാപ്പാര വെറുതെ ഇങ്ങനെ എപ്പോഴും വീശിക്കൊണ്ടേയിരിക്കുന്നൊരു കാറ്റുണ്ട് അവിടെ. തേരാപ്പാര വീശടിക്കുന്ന അല്ലേ, അനാവശ്യമായി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന വികൃതിക്കാറ്റുണ്ട് അവിടെ. അപ്പോൾ ആ കാറ്റ് നിന്നെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. അതുകൊണ്ട് നിന്നെ ഞാൻ വിടുകയേയില്ല. നൂല് വിട്ട് കളിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു ആബിദ. ഞാൻ എങ്ങും പോവില്ല. പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും. ഇത്ത ഒട്ടും പേടിക്കേണ്ട. പക്ഷേ അവൻ വീണ്ടും ഇത്തയോട് പറയാണ്, ഇത്ത ഒട്ടും പേടിക്കേണ്ട, ഞാൻ വന്നോളാം, കുറച്ചുകൂടി പറന്ന് കളിച്ചതിന് ശേഷം വന്നോളാം, ഇത്ത പേടിക്കേ വേണ്ട, ഞാൻ ദൂരെ എങ്ങും പോവില്ല, ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇത്തയെ ആശ്വസിപ്പിക്കുകയാണ് അവൻ. എന്നാലും നൂല് മേലോട്ടിങ്ങനെ വലിക്കല്ലേ പട്ടൂസേ, ആപത്താണത്. ഉയർന്നു പറക്കുമ്പോൾ നൂലിങ്ങനെ അവൻ വലിക്കുന്നതിനനുസരിച്ച് നൂല് വലിഞ്ഞു വരികയാണ്. അവളുടെ കയ്യിലുള്ള നൂല് തീരാറായി. അപ്പോൾ ഇനിയും വലിക്കുകയാണെങ്കിൽ ആപത്താണ് എന്ന് പറഞ്ഞു. നീയൊന്ന് ബേജാറാവാണ്ടിരിക്കേ അല്ലേ, നീ വിഷമിക്കല്ലേ ഇത്താത്ത, ഞാൻ അല്പം പാറിപ്പറന്ന് കളിച്ചിട്ട് വരാം. പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണ് അവൻ. അപ്പോൾ ചേച്ചിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷമിക്കല്ലേ എന്ന് പറയുകയാണ് പട്ടൂസ്. ഞാൻ കുറച്ചുകൂടി പാറിപ്പറന്ന് കളിച്ചിട്ട് വന്നോളാം, വിഷമിക്കണ്ട, ഇപ്പം തന്നെ എത്തിക്കോളാം എന്ന് പറയുകയാണ്. പറക്കുന്നതിൻ്റെ ഉന്മാദം അല്ലെ, ആവേശത്തിലാണ് അവൻ. അത്യധികമായ ആവേശത്തിനാണ് ഉന്മാദം എന്ന് പറയാം. പട്ടൂസേ പ്ലീസ്, ഇനിയും മുകളിലോട്ട് പോവല്ലേ. ഇതിനിടയിൽ അത് സംഭവിച്ചു. ഇപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംസാരിക്കുന്നതും. അപ്പോൾ ഇനിയും മുകളിലേക്ക് പോകല്ലേ എന്ന് ആബിദ പറയുമ്പോഴേക്കും അത് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ടക്ക് അല്ലേ, പട്ടത്തിൻ്റെ നൂല് പൊട്ടി. ആബിദക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി. അപ്പോൾ നൂല് പൊട്ടിയത് അവൾ മനസ്സിലാക്കി. അപ്പോൾ അവൾ അപ്പോഴേക്കും നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ പാവം എൻ്റെ പട്ടൂസ്, അവനിനി എങ്ങനെ താഴെ വരാനാ? പട്ടത്തിൻ്റെ കയറ് പൊട്ടിപ്പോയില്ലേ അല്ലേ, പകുതി കയറ് ആബിദയുടെ കയ്യിലാണ്. ഇനി എങ്ങനെയാണ് പട്ടത്തിനെ വലിച്ച് താഴേക്ക് കൊണ്ടുവരിക? ഇനി അവന് താഴേക്ക് വരാൻ പറ്റില്ലല്ലോ, അവൻ എവിടേക്കാണ് പറന്നു പോവുക? തനിക്ക് അവനെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഓർത്ത് കരയുകയാണ് ആബിദ. പക്ഷേ പട്ടൂസിൻ്റെ കാര്യം എന്താണ്? നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി. ആരുടെയും നിയന്ത്രണമില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ ഉയർന്ന് പറന്നു പൊങ്ങുകയാണ്. ഹായ്, നല്ല രസം. അവനത് വളരെ രസകരമായി അനുഭവപ്പെട്ടു. ആരും പിടിച്ചു വലിക്കുന്നില്ല, ആരും നിയന്ത്രിക്കാനില്ല, തനിക്കിഷ്ടം പോലെ പറന്നു കളിക്കാം. ഇപ്പോഴവന് അമ്പിളിയെ കൈനീട്ടി തൊടാം. കൂടുതൽ ഉയരത്തിലെത്തിക്കഴിഞ്ഞു. അമ്പിളിയുടെ അടുത്ത് അല്ലേ, അമ്പിളിയെ കൈനീട്ടി തൊടാം എന്ന അവസ്ഥയിലായി. അത്രയും അടുത്തെത്തിക്കഴിഞ്ഞു. നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം. അതിനിടയിൽ പട്ടൂസ് താഴേക്കൊന്ന് നോക്കി. ഇങ്ങനെ രസിച്ച് പറക്കുന്നതിനിടയിൽ അമ്പിളിയൊക്കെ നോക്കി, തൊടാൻ പറ്റുന്ന അത്രയും അടുത്താണല്ലോ എന്നൊക്കെ ഓർത്ത് രസിച്ച് പറക്കുകയാണ്. പെട്ടെന്ന് അവനൊന്ന് താഴേക്ക് നോക്കി. കൂരിരുട്ട്. അവൻ പേടിച്ചു വിറച്ചു. താഴേക്ക് നോക്കുമ്പോൾ എന്താ അവസ്ഥ? ഇരുട്ടാണ്. രാത്രിയായി കഴിഞ്ഞല്ലേ, അധികം രാത്രിയാവുന്നതിന് മുമ്പേ താഴേക്ക് വരണേ എന്ന് ഇത്താത്ത പറഞ്ഞതാണ്. അതൊന്നും കേട്ടില്ല. ഉയർന്നു പറന്ന ആവേശത്തിൽ പറക്കുകയായിരുന്നു അവൻ. ഇപ്പോഴാണ് താഴേക്ക് നോക്കിയത്.
കൂരാക്കൂരിരുട്ടല്ലേ, കനത്ത ഇരുട്ടാണ് താഴെ, ഒന്നും കാണുന്നില്ല. അവൻ പേടിച്ചു വിറച്ചു. ഹലോ ഇത്താ, ഹലോ. പട്ടൂസ് നൂൽ ഫോണെടുത്ത് വിളിച്ചു. എന്താണ് ഫോണിൽ നിന്നും കേട്ടത്? ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ്. ഇത്തയെ വിളിക്കാൻ പറ്റുന്നില്ല. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ എന്നുള്ള നിർദ്ദേശമാണ് ഫോണിൽ നിന്നും കേട്ടത്. അയ്യോ, ഇനി എന്തു ചെയ്യും? അവന് കരച്ചിലടക്കാനായില്ല. ഇനി എങ്ങനെ താഴേക്ക് പോകും? എങ്ങനെ ചേച്ചിയുടെ അടുത്തെത്തും? അല്ലെ, ഇത്താത്തയുടെ അടുത്തെത്തും? അവൻ കരയാൻ തുടങ്ങി. എന്തിനാ മോനെ കരയുന്നത്? അമ്പിളി മാമൻ ചേർത്ത് പിടിച്ച് ചോദിച്ചു. അമ്പിളി മാമൻ്റെ അടുത്തല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കരയുന്ന പട്ടൂസിനെ കണ്ടപ്പോൾ അമ്പിളി മാമൻ അവനെ തന്നോട് ചേർത്ത് പിടിച്ച് ചോദിച്ചു, എന്തിനാ കരയുന്നത് മോനേന്ന്? എനിക്ക് ഇത്തയെ കാണണം, അല്ലേ, എനിക്ക് ഇത്തയെ കാണണം. ഇത്തയെ കാണാത്തത് കൊണ്ടാണ് സങ്കടം വന്നത്, എന്നിട്ടാണ് ഞാൻ കരയുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങി. എവിടെയാ അവളുടെ വീട്? ഇത്ത എവിടെയാണ്? അവിടെ ഞാൻ കൊണ്ടു ചെന്നാക്കാമെന്നാണ് അല്ലേ. എവിടെയാണ് ഇത്തയുടെ വീട്? കരയാതിരിക്കൂ. അമ്പിളി മാമൻ അവൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. അപ്പോൾ വീട് എവിടെയാണെന്ന് അറിയില്ല. ഇത്താത്തയുടെ കൂടെ ഇങ്ങനെ കളിക്കാറുണ്ട്, പക്ഷേ വീട് എവിടെയാണെന്ന് പറയാനൊന്നും തനിക്കറിയില്ല എന്ന് പറഞ്ഞു പട്ടൂസ്. തേങ്ങലിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു. കരയുന്നതിനിടയിൽ ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. അറിയില്ലേ, ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ? വീട് എവിടെയാണെന്ന് അറിയാതെ എങ്ങനെയാണ് കൊണ്ടു ചെന്നാക്കുക? അമ്പിളി മാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു. പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ്. അല്പനേരം ആലോചിച്ചു, ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഈ കുട്ടിയെ വീട്ടിലെത്തിക്കുക? അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടി. വേഗം ഫോൺ എടുത്ത് വിളിച്ചു. ആരെയാണ് വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ, മേടക്കാറ്റല്ലേ? ഒരു സഹായം വേണമല്ലോ. ആരെയാണ് വിളിച്ചത്? മേടക്കാറ്റിനെ അല്ലേ. മേടമാസത്തിലെ കാറ്റാണ് മേടക്കാറ്റ്. അപ്പോൾ കാറ്റിങ്ങനെ പറക്കുകയല്ലേ എല്ലായിടത്തും. അപ്പോൾ അങ്ങനെയുള്ള കാറ്റിനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ കാറ്റിനെ വിളിച്ചു. ഒരു സഹായം വേണമല്ലോ എന്ന് പറഞ്ഞു. എന്താ വേണ്ടത് പറയൂ. മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു. ഈ പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കണം, വേഗം വേണം. അമ്പിളി മാമൻ്റെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് വിളിച്ചത് മേടക്കാറ്റിനെ? പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കാൻ പറയാൻ അല്ലേ. അമ്പിളി മാമൻ്റെ ശബ്ദത്തിൽ ഓരോ വാക്കിലും പട്ടൂസിനോടുള്ള വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് എവിടെയാ ആബിദക്കുട്ടിയുടെ വീട്? മേടക്കാറ്റ് ചോദിച്ചു. ഷെടാ, ഇതാണിപ്പോൾ നന്നായത്. നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കയറി ഇറങ്ങാറുള്ളത്. നിനക്കറിയില്ലേ അവളുടെ വീട്? ഒന്ന് ഓർത്തു നോക്കൂ. കാറ്റല്ലേ, കാറ്റെല്ലായിടത്തും എത്തുന്നതല്ലേ അല്ലേ. നിനക്കറിയാത്ത സ്ഥലമുണ്ടോ? എല്ലായിടത്തും കയറി ഇറങ്ങുന്ന ആളല്ലേ നീ. അപ്പോൾ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് ഓർത്തു നോക്കൂ. ആബിദയുടെ വീട് എവിടെയാണെന്ന് നിനക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓർത്തു നോക്കൂ എന്ന് പറഞ്ഞു അമ്പിളി മാമൻ. എന്തോ പിടികിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു. അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നു പോയി. കുളിരേറ്റത് കൊണ്ടാവാം പട്ടൂസിന് ആശ്വാസം തോന്നി. മേടക്കാറ്റിൻ്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു. അപ്പോൾ ആബിദക്കുട്ടിയുടെ വീട് എവിടെയാണെന്നുള്ള ചെറിയൊരു സൂചന കിട്ടി മേടക്കാറ്റിന്. അപ്പോൾ മേടക്കാറ്റ് പട്ടൂസിനെയും തോളത്തെടുത്ത് പറന്ന് യാത്രയായി. അപ്പോൾ കാറ്റിൻ്റെ കൈകളിലാണല്ലോ. അപ്പോൾ അല്പം കുളിരൊക്കെ തോന്നി പട്ടൂസിന് അല്പം ആശ്വാസമായി. അപ്പോൾ അവൻ മേടക്കാറ്റിൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യം ചോദിച്ചു. എനിക്കൊരു പാട്ടുപാടി തരാമോ? എന്താ ചോദിച്ചത്? ഒരു പാട്ടുപാടി തരാമോ? പിന്നെന്താ? മേടക്കാറ്റ് പതിയെ ഒരു പാട്ടുമൂളി. ഒരു മണ്ണിൽ ജനിച്ചു നാം, ഒരു മഞ്ഞു പുതച്ചു നാം, ഒരു വെയിലു നുണഞ്ഞു നാം, ഒരു ഗാനം മൂളി നാം. എന്താണ് പാട്ട്? ഒരു മണ്ണിൽ ജനിച്ചു നാം, ഒരു മഞ്ഞു പുതച്ചു നാം,
ഒരു വെയിലു നുണഞ്ഞു നാം, ഒരു ഗാനം മൂളി നാം. പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും, ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണ പട്ടങ്ങൾ. നമ്മൾ ഒരു മണ്ണിൽ ജനിച്ച് ഒരേ മഞ്ഞും വെയിലുമൊക്കെ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ വേഷം പലതായിരിക്കാം, ഭാഷ വ്യത്യസ്തമായിരിക്കാം, പല നാടുകളിലായിരിക്കാം നമ്മൾ. എന്നാലും നമ്മൾ ഒരു നൂലിൽ ചാഞ്ചാടുന്ന വർണ്ണപ്പട്ടങ്ങൾ പോലെയാണ് എന്ന്. എത്ര മനോഹരമാണല്ലേ. നമ്മൾ മനുഷ്യരും അതുപോലെ തന്നെയാണല്ലേ. നമ്മൾ പല നാടുകളിലാണ് ജനിച്ചു വളർന്നതെങ്കിലും, പല വേഷങ്ങളും പല ഭാഷയും സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ മനുഷ്യരാണല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഒരു നൂലിൽ പറക്കുന്ന വർണ്ണപ്പട്ടങ്ങൾ പോലെ തന്നെയാണ് നമ്മളും. മധുരമൂറുന്ന പാട്ട്, മഞ്ഞിൻ്റെ നനവ്, കാറ്റിൻ്റെ കുളിര്, പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നല്ല പാട്ടൊക്കെ കേട്ട് മഞ്ഞിൻ്റെ കുളിരും മഞ്ഞിൻ്റെ നനവും കാറ്റിൻ്റെ കുളിരുമൊക്കെ അനുഭവിച്ച് പട്ടൂസ് പതിയെ ഉറങ്ങാൻ തുടങ്ങി. കാറ്റിൻ്റെ കൈകളിലാണല്ലോ പട്ടൂസ് ഉള്ളത്. അവനെങ്ങനെ കാറ്റിൻ്റെ കൈകളിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നാണ് അല്ലേ. ഇങ്ങനെ പതിയെ ഉറക്കത്തിലാണ്ടു. പതിയെ പതിയെ അവൻ്റെ മിഴികൾ അടഞ്ഞു പോയി. പാട്ട് കേട്ട് മഞ്ഞിൻ്റെ നനവും കാറ്റിൻ്റെ കുളിരുമൊക്കെ ആസ്വദിച്ച് അവനിങ്ങനെ പതുക്കെ ഉറക്കത്തിലേക്ക് ആണ്ടുപോയി. പതുക്കെ പതുക്കെ അവൻ്റെ മിഴികൾ അടഞ്ഞു. മേടക്കാറ്റ് ആബിദക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തു കടന്നു. മേടക്കാറ്റ് അങ്ങനെ ഒടുവിൽ ആബിദക്കുട്ടിയുടെ വീട്ടിലെത്തിയല്ലേ. പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ വീട്ടിലെത്തിക്കാനായി അവിടെ എത്തിക്കഴിഞ്ഞു. നീല വിരിപ്പിട്ട പായയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി. ആബിദക്കുട്ടി ഉറങ്ങുകയായിരുന്നു. രാത്രിയായില്ലേ. പട്ടൂസിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് ക്ഷീണിച്ചവൾ ഉറങ്ങിപ്പോയിരുന്നു. അവളുടെ അടുത്തായി പട്ടൂസിനെയും കിടത്തി. രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു. രണ്ടുപേരുടെയും കവിളിൽ തലോടി ഉമ്മ കൊടുത്ത് പറന്നുപോയി. മേടക്കാറ്റ് ആബിദക്കുട്ടിയെ ഉണർത്താൻ നിന്നില്ല അല്ലേ. ആബിദക്കുട്ടി ഉണരുമ്പോൾ എന്തായാലും പട്ടൂസിനെ കാണുമല്ലോ. പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിൻ്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആബിദക്കുട്ടിയും. രണ്ടുപേരും ഉറക്കത്തിലാണല്ലോ. രണ്ടുപേരും മനോഹരമായ സ്വപ്നം കാണുകയാണ്. ഒരേ സ്വപ്നം തന്നെ കണ്ടതല്ലേ. എന്തായിരുന്നു സ്വപ്നം? പുറത്ത് പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിൻ്റെ മുകളിലൂടെ, കൊന്നമരം കണിക്കൊന്ന കേട്ടിട്ടില്ലേ? നല്ല മഞ്ഞ നിറത്തുള്ള പൂക്കളൊക്കെ വിരിഞ്ഞിട്ട്. അങ്ങനെ പൂത്തു നിൽക്കുന്ന മഞ്ഞ പട്ടുടുപ്പിട്ട കൊന്നമരത്തിൻ്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുകയാണ്. പല നിറത്തിലുള്ള പട്ടങ്ങളിങ്ങനെ ഉയർന്ന് പറക്കുന്നത് സ്വപ്നം കണ്ടു ആബിദക്കുട്ടിയും പട്ടൂസും. ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണ പട്ടങ്ങൾ. ഒരു നൂലിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന പല നിറത്തിലുള്ള പട്ടങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ സ്വപ്നം കാണുക മാത്രമല്ല, പാട്ടും പാടുന്നുണ്ടല്ലേ. ആ പാട്ട് കേട്ടിട്ട്, ഹലോ ആബിദക്കുട്ടിയും പട്ടൂസുമല്ലേ, ഒന്ന് ഉറക്കെ പാടൂ, ഞാനും കേൾക്കട്ടെ. അമ്പിളിമാമൻ്റെ ഫോൺ. അപ്പോൾ അമ്പിളിമാമൻ ഫോൺ വിളിക്കുന്നതായിട്ടും സ്വപ്നം കാണുകയാണല്ലേ. ഉറക്കെ പാടൂ, ഞാനും കൂടി കേൾക്കട്ടെ എന്ന്. ആബിദക്കുട്ടിയുടെയും പട്ടൂസിൻ്റെയും കഥ ഇഷ്ടമായോ? ശരിക്കും ഇതൊരു സങ്കല്പകഥ തന്നെയാണല്ലേ. നമ്മുടെ കുട്ടി ചന്ദ്രനിൽ പോയതുപോലെ അതുപോലുള്ളൊരു സങ്കല്പകഥയാണ്, സങ്കല്പയാത്രയാണ് ഈ കഥയും. ശരിക്കും പട്ടം പറത്തുന്ന കുട്ടി യഥാർത്ഥത്തിൽ പട്ടത്തോടൊപ്പം ഒരു സാങ്കല്പിക ആകാശയാത്ര നടത്തുകയാണ്. അതിനാൽ
പറക്കുന്ന പട്ടം കുട്ടിയുടെ മനസ്സു തന്നെയാണെന്ന് പറയാം. കൂടുതൽ കൂടുതൽ ദൂരേക്ക് ഉയരത്തിലേക്ക് പോകാൻ കുട്ടി കൊതിക്കുന്നു. നൂൽ പൊട്ടിച്ച് നിയന്ത്രണമില്ലാതെ പറക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ശ്രമിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ദൂരേക്ക് പോകുമ്പോൾ തിരിച്ചെത്താനും കൊതിക്കുന്നുണ്ട്, അല്ലേ? കുഞ്ഞു മനസ്സിൻ്റെ ഈ രണ്ട് ഭാവങ്ങളെയും ഈ കഥ ഭംഗിയായി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പട്ടൂസും ആബിദയും വളരെ സ്നേഹത്തിലാണ്. ഇതെങ്ങനെയാണ് കഥയിൽ നിന്നും മനസ്സിലായത്? ചില സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ, അവർ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് പരസ്പരം എന്ന്. പട്ടം നിർമ്മിക്കുമ്പോൾ പട്ടൂസെ കരയല്ലേ, വേദനിപ്പിക്കില്ല എന്നുള്ള വാക്കുകളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പറന്നു പോകുമ്പോൾ വേഗം താഴേക്ക് വരണേ, മുകളിലേക്കൊന്നും പോകല്ലേ എന്ന് പറയുമ്പോഴും നൂലറ്റു പോയപ്പോൾ കരയുന്നതിൽ നിന്നും ആബിദയുടെ സ്നേഹം മനസ്സിലാകും. എൻ്റെ പുന്നാരെ ഇത്താത്തയല്ലേ എന്ന് കൊഞ്ചുന്നിടത്തും എനിക്ക് ഇത്തയെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നിടത്തും പട്ടൂസിൻ്റെ സ്നേഹവും മനസ്സിലാക്കാം. എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത്? പദങ്ങൾ നീരസം, ഹരം, ഇടറി, ഉന്മാദം, കൂരാക്കൂരിരുട്ട് തുടങ്ങിയ വാക്കുകളൊക്കെ കിട്ടിയല്ലേ? ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പദങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിലെ ആശയങ്ങൾ, അതായത് കഥാകാരൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വായനക്കാർക്കും അതുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം പദങ്ങളും പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കഥകളിൽ. നീരസം, ഹരം, ഇടറി, ഉന്മാദം, കൂരാക്കൂരിരുട്ട്. പ്രയോഗങ്ങൾ പതഞ്ഞു പൊങ്ങി, വഴുതി വീണു, പന്തയപ്പറക്കൽ, തേരാപ്പാര തുടങ്ങിയവയൊക്കെ. അടുത്തത്, ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട്? ഈ കഥയിൽ ആബിദക്കുട്ടിയെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം അവൾ പട്ടൂസിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അർത്ഥം: നീരസം ഇഷ്ടക്കേട്, ഹരം ആനന്ദം, ഇടറി വിറച്ചു, ഉന്മാദം അതിയായ ആവേശം, കൂരാക്കൂരിരുട്ട് കനത്ത ഇരുട്ട്, സ്വരം ശബ്ദം, ചാഞ്ചാടുക ഇളകുക. വിപരീത പദങ്ങൾ മേലോട്ട് താഴോട്ട്, പതിയെ ഉറക്കെ, അല്പം അനൽപ്പം, മറക്കുക ഓർക്കുക. പര്യായ പദങ്ങൾ കാറ്റ്, മാരുതൻ, സമീരൻ, സ്വരം നാദം, രവം, മഞ്ഞ്, ഹിമം, തുഷാരം. ഒറ്റപ്പദം എഴുതുക. നീലയായ വിരിപ്പ്, നീലവിരിപ്പ്, കൊന്നയുടെ മരം, കൊന്നമരം. മേടമാസത്തിലെ കാറ്റാണ്, അത് മാസം എന്ന് മാത്രമേ ഉള്ളൂ, മറ്റേതെന്താണ് പറ്റിയതാവോ? മേടമാസത്തിലെ കാറ്റ്, മേടക്കാറ്റ്, അങ്ങനെയാണ്. പിരിച്ചെഴുതുക. പച്ചീർക്കിൽ, പച്ച ഈർക്കിൽ, കുതറിക്കുടഞ്ഞ്, കുതറി പ്ലസ് കുടഞ്ഞ്, കാറ്റടിച്ചു, കാറ്റ് പ്ലസ് അടിച്ചു, വാരിയെടുത്തു, വാരി പ്ലസ് എടുത്തു. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.